അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപരിചിതനായിട്ടുള്ള ഒരാളെ നോക്കി നമ്മൾ ആരും തന്നെ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയില്ല. ഒരാളെ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഗുണഗണങ്ങൾ അറിയണം, സവിശേഷതകൾ അറിയണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, അയാളോട് ആത്മാർത്ഥമായി അയാൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഗുണഗണങ്ങൾ, അള്ളാഹുവിൻ്റെ നാമ സവിശേഷതകൾ ഒക്കെ നന്നായി അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് ആ ആരാധന നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു നമ്മളെ അവനെ പരിചയപ്പെടുത്തുന്ന നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാമങ്ങളാണ് റഹ്മാനും റഹീമും. ഈ 2 നാമങ്ങളും റാ, ഹ, മീം എന്നീ 3 അക്ഷരങ്ങളിൽ നിന്നാണ് വരുന്നത്. റഹ്മ എന്നാൽ കാരുണ്യം എന്നർത്ഥം. റഹം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന് പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ കാരുണ്യത്തിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് ആ പേര് വന്നത്. ഒരു ഗർഭപാത്രം എന്നുള്ളത് ഒരു സ്ത്രീയുടെ അത്രത്തോളം കാരുണ്യത്തിൻ്റെ പ്രതീകമാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ആകാശവും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ തന്നെ ആ ഒരു ഗർഭപാത്രമാണ്. ആ കുഞ്ഞൊന്നും അറിയാതെ തന്നെ അതിനുവേണ്ടി എല്ലാ സംരക്ഷണവും, എല്ലാ ഭക്ഷണവും, എല്ലാ കാര്യങ്ങളും ആ ഒരു ഗർഭപാത്രത്തിലൂടെ നടക്കുന്നു അല്ലേ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹിൻ്റെ എല്ലാ കാരുണ്യങ്ങളും നമ്മൾ പോലും അറിയാത്ത തരത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ വലയം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. റഹ്മാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏറ്റവും കാരുണ്യമായിട്ടുള്ളവൻ. ആ ഒരു കാരുണ്യത്തിൻ്റെ ഏറ്റവും മാക്സിമം, അങ്ങേ അറ്റം, അതിനേക്കാൾ കൂടുതൽ കാരുണ്യമില്ല. അതുകൊണ്ട് തന്നെ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള യുണീക്കായിട്ടുള്ള നാമമാണ്. റഹ്മാൻ എന്ന് നമ്മൾ നാമകരണം ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ അബ്ദുർ റഹ്മാൻ എന്ന് നാമകരണം ചെയ്യുന്നത്. റഹ്മാൻ എന്നുള്ളത് അറബി വ്യാകരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫഅലാൻ എന്നുള്ള ഫോമിലാണുള്ളത്. എന്തിൻ്റെയും ആൻ എന്ന് വരുമ്പോൾ, ഇപ്പോൾ ഗളുബാൻ എന്ന് പറയുമ്പം ഏറ്റവും കോപിഷ്ഠനായിട്ടുള്ളവൻ, ആൻ എന്ന് വരുന്ന പദങ്ങളുടെ വ്യാകരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു 3 ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പാരമ്യതയിലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ കരുണ എന്നുള്ളത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും ഞാനിപ്പോൾ പറയുമ്പോഴും നിങ്ങളിപ്പോൾ കേൾക്കുമ്പോഴും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ കാരുണ്യം എന്നുള്ളത്. ഇപ്പം ഈ സമയത്തും അള്ളാഹു നമ്മളിൽ അവൻ്റെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ കാര്യം എന്നുള്ളത് താൽക്കാലികമാണ്. അതായത് ഇത് ടെമ്പററി ഫോമാണ്, പെർമനൻ്റ് അല്ല. അർ-റഹ്മാനിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോഴുണ്ട്, പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അത് തടയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടേക്കാം. ഇനി റഹീം എന്ന പദത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, റഹീം കാരുണ്യവാൻ തന്നെയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ റഹ്മാൻ എന്നുള്ളതിൻ്റെ അത്രത്തോളം ഇൻറ്റൻസിറ്റി ഇല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വീക്കറാണ്. അതും ഏറ്റവും കാരുണ്യവാൻ തന്നെയാണെന്നുണ്ടെങ്കിലും റഹ്മാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റഹീമിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് വീക്കായിട്ടുള്ള ഫോമാണ്. ഫഈൽ എന്നുള്ള ഫോമിലാണ് റഹീം എന്നുള്ളത്. ഈ റഹീം എന്നുള്ള പദത്തിന് പക്ഷേ പെർമനൻസി ഉണ്ട്, അതായത് താൽക്കാലികമല്ല, അത് എന്നേക്കുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അർ-റഹ്മാൻ അർ-റഹീം എന്ന് പറയുമ്പോൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പം രണ്ടും കൂടി സംയോജിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ കാരുണ്യവും അതിൽ ചേർക്കുന്നു, അതേപോലെ തന്നെ എന്നേക്കുമായിട്ടുള്ള കാരുണ്യവും ചേർത്ത് പറയുന്നു. അപ്പോൾ നമ്മൾ റഹ്മാൻ എന്ന് പറയുമ്പം എല്ലാ ജീവജാലങ്ങൾക്കും, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണെന്നുണ്ടെങ്കിൽ റഹീം എന്നുള്ളത് പ്രത്യേകം വിഭാഗത്തിന്, അതായത് വിശ്വസിച്ചവർക്ക് മാത്രമുള്ള കാരുണ്യമായിട്ട് പറയപ്പെടുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല ഹദീസിൽ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ 100 വിഭജിച്ചതിൽ 1% മാത്രമേ ഭൂമിയിലേക്ക് നൽകിയിട്ടുള്ളൂ അല്ലേ. ബാക്കി 99% പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ 1% ഈ ലോകം മുഴുവനുമുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന കാരുണ്യവും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ 1% കാരുണ്യത്തിൽ നിന്ന് വരുന്നതാണ്. സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ ഒരു മത്സ്യം മറ്റൊരു മത്സ്യത്തിൻ്റെ മുകളിലുള്ള പാരസൈറ്റ്സിനെ നീക്കി കൊടുക്കുന്നതും, അതുപോലെ തന്നെയുള്ള ഏറ്റവും
അടിത്തട്ടിലുള്ള ആ ഒരു സമുദ്രത്തിൻ്റെ താപനില വരെ ക്രമീകരിച്ച് അതിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതും അതിനോട് കാരുണ്യം കാണിക്കുന്നതും, അതുപോലെ തന്നെ ആകാശത്ത് പറക്കുന്ന എല്ലാ പക്ഷികളും അതിനെ പറക്കുവാനും അതുപോലെ തന്നെ അതിനെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ താങ്ങി നിർത്തുന്നതും അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയാണല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൻ്റെ മുകളിൽ എഴുതിയത് തന്നെ അവൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തെ മറികടക്കുന്നു എന്നുള്ളതാണ്. അർ-റഹ്മാൻ എന്ന പേരിൽ ഖുറാനിൽ സൂറത്ത് തന്നെയുണ്ട്. അതിൽ അർ-റഹ്മാൻ എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷമുള്ള ആയത്ത് അല്ലമൽ ഖുർആൻ. അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? അർ-റഹ്മാൻ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം ഖുർആൻ പഠിപ്പിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിയേക്കാൾ മുന്നേ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ആയത്തായിട്ട് ആ സൂറത്തിൽ വരുന്നത്. അപ്പോൾ മനുഷ്യന് ഏറ്റവും അധികം മനുഷ്യനോട് അള്ളാഹു ചെയ്ത കാരുണ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളത്. ആ ഖുർആനിലൂടെയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുന്നതും മുന്നേയുള്ള ജനതകളെ പറ്റിയിട്ടുള്ള എല്ലാ ചരിത്രവും അതുപോലെ തന്നെ എന്നേക്കുമായിട്ട് നമുക്കും അതുപോലെ തന്നെ ജിന്നുകൾക്കും എല്ലാ തരത്തിലും അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും എല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നത് ഖുർആനിലൂടെയാണല്ലേ. ഖുർആൻ എന്നുള്ള മഹാത്ഭുതം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നുള്ളതാണ് അള്ളാഹു നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം. നമ്മൾ ഏതൊരു ടീച്ചറെടുത്തുനിന്ന് ഖുർആൻ പഠിച്ചു കഴിഞ്ഞാലും അള്ളാഹു ആണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് ഖുർആൻ പഠിപ്പിച്ചത് എന്നതിലൂടെ നമ്മൾ ഖുർആൻ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വിദ്യാർത്ഥിയാവുകയാണ്. അള്ളാഹു ആണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. ഈ ഒരു റമദാനിൽ കാരുണ്യത്തിൻ്റെ 10ൻ്റെ പകുതിയിലെത്തി നിൽക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നന്ദി കാണിക്കേണ്ടത് അവൻ്റെ കലാമായ ഖുർആൻ നമ്മൾ പഠിക്കുന്നതിലൂടെയും അതുപോലെ അതുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം നമ്മൾ ഖുർആൻ തഫക്കുർ ചെയ്യുന്നതിലൂടെയും തദബ്ബുർ ചെയ്യുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഏറ്റവും അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കാരുണ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ചുറ്റും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ശരീരത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും. നമുക്കൊരു നേരം നമ്മളൊരു കാല് എടുത്തു വെച്ച് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മളെ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ എത്രത്തോളം നമുക്ക് കാരുണ്യം ചൊരിഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുള്ളതല്ലേ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ കാരുണ്യങ്ങൾക്കും നമ്മൾ ശുക്ർ കാണിക്കേണ്ട ഈ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാനും മറ്റെല്ലാ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ മറ്റു മാസങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് ദീനിൻ്റെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അവിടെ നിർത്തിവെച്ച് നമ്മൾ മുഴുവൻ സമയവും ഖുർആൻ പാരായണത്തിനും അതിൻ്റെ തദബ്ബുറിനുമായിട്ട് നമുക്ക് നീക്കിവെക്കാം. അതേപോലെ ഖുർആനിന് സമയം മാറ്റിവെക്കുന്നതിലൂടെ ഖുർആൻ നമുക്കും സമയം തരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രൊഡക്ടിവിറ്റിയും ഖുർആൻ വർദ്ധിപ്പിക്കും. അത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഖുർആന് നമ്മൾ അങ്ങോട്ട് സമയം കൊടുക്കുമ്പോൾ ഖുർആൻ നമുക്ക് ഇങ്ങോട്ട് സമയം തരും. എല്ലാം ഖുർആനിനോട് ബന്ധപ്പെട്ടതെല്ലാം മുബാറക്കായി മാറും. അതായത് ഖുർആൻ അവതരിച്ച മാസം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. എന്താ? ഖുർആൻ അവതരിച്ച പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അവതരിച്ച ദിവസം എന്നുള്ളത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസം അല്ലേ. അപ്പോൾ ഖുർആനിനോട് എന്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അത് മുബാറക്കായിട്ട് മാറി. അപ്പോൾ ഖുർആന് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ മാറ്റിവെക്കുന്ന സമയത്ത് നമ്മളെ സമയം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമ്മളെ സമയം അതിന് പകരം നമുക്ക് ഖുർആൻ ഇങ്ങോട്ട് സമയം തരും. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഖുർആനിലുണ്ട് അല്ലേ. നമ്മൾ ഖുർആനിന് സമയം മാറ്റിവെക്കും തോറും നമ്മൾ പാരായണം ചെയ്ത ഖുർആൻ അന്ത്യനാളിൽ നമുക്ക് ശുപാർശക്കായിട്ട് വരുമ്പോൾ നമ്മൾ പാരായണം ചെയ്ത ഖുർആൻ നമ്മളോട് ചോദിക്കും, ആ താരിഫിനി നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ആ ഖുർആൻ തന്നെ നമ്മളെടുത്ത് പറയും നമ്മൾ പാരായണം ചെയ്ത ഖുർആനാണ് എന്നുള്ളത്. ആ ഖുർആൻ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളെ അലങ്കരിക്കാൻ വേണ്ടി പറയും. നമുക്ക് രാജകീയമായ ഒരു കിരീടം നമ്മൾ അണിയിക്കപ്പെട്ട് കഴിഞ്ഞാലും ഖുർആൻ അവിടെ തൃപ്തിപ്പെടില്ല. ഖുർആൻ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കും ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കാൻ. അപ്പം വീണ്ടും നമ്മളിൽ രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും.
എന്നിട്ടും ഖുർആൻ മതിയാവാതെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത് പറയും നമ്മളിൽ തൃപ്തിപ്പെടാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഹിസാബെല്ലാം എളുപ്പമാക്കി നമ്മളോട് പാരായണം ചെയ്ത് ഉയരാൻ വേണ്ടി പറയും. നമ്മൾ ഖുർആൻ പഠിക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഫാമിലിയായി, ബന്ധുക്കളായി മാറുകയാണ്. അപ്പം അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്? അഹ്ലുല്ലാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഖുർആൻ്റെ അഹ്ലുകാരാക്കി മാറ്റട്ടെ. നമ്മൾ ഈ റമദാനിൽ ഒരു സമയവും പാഴാക്കാതെ നമ്മളിൽ കഴിയുന്നതിൻ്റെ പരമാവധി ഖുർആനുമായിട്ട് കണക്ട് ചെയ്യാൻ, പാരായണം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അർത്ഥം പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ മൗനമായിരുന്ന് അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി പ്രതിഫലിച്ച് നമ്മൾ ഖുർആനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ അതിനുള്ളൊരു തൗഫീക്ക് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ഈ റമദാനിൽ അതിൻ്റെ എല്ലാ തരത്തിലും നമ്മളെ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കഴിവിൻ്റെ പരമാവധി മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ എല്ലാ ഇബാദത്തുകളും ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, ചിലർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലർക്ക് ചില കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ തടസ്സങ്ങളിലും ആ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളിലും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അവനവൻ്റെ പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകട്ടെ. ലൈലത്തുൽ ഖദ്റൊന്നും നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളെ കഴിവിൻ്റെ പരമാവധി ആരോഗ്യത്തോടു കൂടി തന്നെ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.